നമസ്കാരം. ഇന്നൊരു അടിപൊളി സ്പാനിഷ് ഓംലെറ്റ് റെസിപ്പിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഇതുപോലെ ഇച്ചിരി വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചെടുക്കുക. നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം ഇതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഒരു കപ്പ് ഉരുളക്കിഴങ്ങ് ഇട്ടെടുക്കുക. ഒരു ഉരുളക്കിഴങ്ങ് ഫുള്ള് അരിഞ്ഞാണിത്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് സോഫ്റ്റായി വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു ഈ ഒരു പരുവത്തിൽ കിട്ടും. എന്നിട്ട് ഒരു കപ്പ് സവാള എടുത്തിടുക. മീഡിയം വലിപ്പമുള്ളൊരു സവാള അരിഞ്ഞാണ് ഇത് കാണുന്നത്. എന്നിട്ട് അത് നന്നായി ഒന്ന് എണ്ണ വിട്ട് ഇളക്കുക. സവാള ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്കൊരു കപ്പ് ക്യാബേജ് ഇട്ട് കൊടുക്കാം. സ്പെയിനിലൊരു ട്രഡീഷണൽ ഡിഷാണ് ഈ സ്പാനിഷ് ഓംലെറ്റ് എന്ന് പറയുന്നത്. പൊട്ടറ്റോ ഓണിയനൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഇച്ചിരി ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. എന്നിട്ട് നന്നായി ഇളക്കുക. ഒരു 6-7 മിനിറ്റെങ്കിലും ഇളക്കേണ്ടി വരും. ക്യാബേജ് ഒന്ന് ലൈറ്റ് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി. ഇതെല്ലാം ഒരു പരുവത്തിലായിട്ട് നമ്മുടെ സബ്ജി. എന്നിട്ട് നമുക്കിതൊന്ന് ആറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഓംലെറ്റിന് വേണ്ടി ഉള്ള പരിപാടി തുടങ്ങാം. ഒരു പാത്രത്തിൽ ഇതുപോലെ നമുക്ക് 4 മുട്ട എടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ വരും. നമുക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇടുക. എന്നിട്ട് അതോടെ നന്നായി ഇളക്കുക. ഇച്ചിരി ഉപ്പ് ഇടുന്നുണ്ട്, നേരത്തെ ഇട്ടായിരുന്നു, അപ്പോൾ അതനുസരിച്ച് വേണം ഇടാൻ. നന്നായി ഇളക്കുക. കുരുമുളകൊക്കെ ഒന്ന് നന്നായി ഒന്ന് പിടിക്കണം. എന്നിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സബ്ജിയുടെ ഇട്ടിളക്കാം. അതുകൂടി നമുക്ക് ഇച്ചിരി ഒരു മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില പുതിനയില ഏതുള്ളതെന്ന് വെച്ചിടുക. എന്നിട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് നമുക്ക് വേറെ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. നമുക്ക് ആ മിക്സിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. പകുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ചീസ് ഇടുന്നുണ്ട് ഇതിലേക്ക് ഇച്ചിരി, അതുകൊണ്ടാണ് പകുതി മാറ്റി വെച്ചത്. ചീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ചീസ് ഇടുന്നത് നമ്മൾ ചീസ് ഇട്ടിട്ട് ബാക്കി ഇതിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയാണ്. നമുക്ക് ബാക്കിയും കൂടെ ഒന്നിട്ട് കൊടുക്കാം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി നേരം നിറച്ച് വെക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് വേറൊരു പാത്രം വെച്ചോളം തിരിച്ചെടുക്കാൻ, ഇല്ലാതെ എടുക്കാൻ പാടായിരിക്കും. നമുക്കൊരു പരുവത്തേക്ക് കിട്ടും. നമ്മൾ തിരിച്ചും മറിച്ച് കിട്ടു. ഓംലെറ്റ് റെഡി ആയിരിക്കുന്നു. ഇതാണ് സ്പാനിഷ് ഓംലെറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.